കഴിഞ്ഞ ദിവസം ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്തതാണ് പാക് അധീന കശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുന്നു എന്നുള്ളത്. പാക് അധീന കശ്മീരിൽ നിന്നും ഭീകരന്മാർ ഖൈബർ പഖ്തൂൺഖയിലേക്ക് പലായനം ചെയ്യുന്നു എന്ന റിപ്പോർട്ടും ഞങ്ങൾ കൊടുത്തതാണ്. ആദ്യം ജെയ്സെ മുഹമ്മദ്, പിന്നീട് ഹിസ്ബുള്ള, ഇപ്പോൾ ഇതാ ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരരും അവിടെ നിന്ന് ഖൈബർ പഖ്തൂൺഖയിലേക്ക് പലായനം ചെയ്ത് അവിടെ മർക്കസ് സ്ഥാപിക്കാനുള്ള ലക്ഷ്യമാണ് അവർ നടത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതേസമയം പാക് അധീന കശ്മീരിൽ ക്ഷമ നശിച്ച അവിടെയുള്ള ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ഒരു തറക്കളിക്കിറങ്ങിയിരിക്കുകയാണ്. അതായത് പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISI ഇവർക്ക് നേരെ വെടിവയ്പ് നടത്താനായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മെഷീൻ ഗണ്ണുകളുടെ വരെ ചിത്രങ്ങളും മെഷീൻ ഗണ്ണുകളുടെ വരെ വെടിയുച്ചകളും ഇപ്പോൾ വാർത്താമാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അവിടെ പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യത്തിന് നേരിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് അതിനകത്തുള്ള ISIയുടെ പ്രോക്സി ടീമുകൾ ഉപയോഗിച്ച് പല സംഘടനകളുമുണ്ട്, അങ്ങനെയുള്ള ടീമുകൾ ഉപയോഗിച്ചാണ് വെടിവയ്പ് നടത്തുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭ്യന്തര കലാപത്തിൽ ഞായറാഴ്ച രാത്രി ആരംഭിച്ച പ്രക്ഷോഭം വളരെ വ്യാപിച്ചതിനാൽ നിയന്ത്രണാതീതമായി മാറിയിരിക്കുന്നു അവിടെയുള്ള കാര്യങ്ങൾ. തിങ്കളാഴ്ച മുതൽ പാക് അധീന കശ്മീരിൽ മുഴുവൻ പ്രകടനങ്ങൾ നടത്തുമെന്ന് POKയിലെ അവാമി ആക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു. എല്ലാ കടകളും മാർക്കറ്റുകളും കർശനമായി അടച്ചിട്ടു. എപ്പോൾ തുറക്കുമെന്ന് ഉറപ്പില്ല. അതിനാൽ കർശനമായിട്ടുള്ള ബന്ദ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവാമി ലീഗും സഖ്യകക്ഷികളും പൗരന്മാരോട് ഞായറാഴ്ച തന്നെ അവശ്യ ഭക്ഷ്യവസ്തുക്കൾ മുതലായവ വാങ്ങിവെക്കാൻ ആവശ്യപ്പെട്ടു. കാരണം ഈ പ്രക്ഷോഭം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പില്ല എന്നാണ് അവർ പറയുന്നത്. മറുവശത്ത് ഷെരീഫ് സർക്കാർ ആ മേഖലയിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ അടച്ചുപൂട്ടി. മുസാഫറാബാദിൽ ഒരു വലിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ മുതിർന്ന നേതാവ് ഷൗക്കത്ത് നവാസ് മീർ പറഞ്ഞത്, ഞങ്ങളുടെ പ്രചാരണം ഏതെങ്കിലും സ്ഥാപനത്തിനെതിരെയല്ല, മറിച്ച് 77 വർഷങ്ങളായി നമ്മുടെ ജനങ്ങളെ അവരുടെ മൗലികാവകാശങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനെതിരെയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിവിധ നഗരങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ മുസാഫറാബാദ് ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിൽ കവചിത വാഹനങ്ങളിൽ ഫ്ലാഗ് മാർച്ചുകൾ നടത്തി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കർശനമായിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയാണ് അവിടുത്തെ സുരക്ഷാ സേന എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൈകളിൽ തോക്കുകളുമായി സാധാരണക്കാർ തെരുവിലിറങ്ങുന്നതും ചിലർ ആകാശത്തേക്ക് വെടിവെക്കുന്നതും കാണിക്കുന്ന നിരവധി വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.